കേരളത്തിന്റെ റെയിൽവേ ആവശ്യങ്ങൾ സംബന്ധിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി സി സദാനന്ദൻ മാസ്റ്റർ എം പി. തലശ്ശേരി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ പ്രധാന തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കൽ, സർവീസ് നീട്ടൽ, സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണം എന്നിവ ചർച്ചയായി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കേരളത്തിന്റെ ആവശ്യങ്ങൾ പാർലമെന്റിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുമൊക്കെ സദാനന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്നത് ഇതാദ്യമല്ല. പക്ഷേ അപ്പോഴും മറ്റു ചില എംപിമാരൊക്കെ ഉണ്ട് ഇവിടുന്ന് പോയി ഡൽഹിയിൽ സമരങ്ങൾക്കും കൊടിപിടിച്ചുള്ള പ്രതിഷേധങ്ങൾക്കും മാത്രം പങ്കെടുക്കുന്നവർ. അവരുടെ മുന്നിൽ ഒരുപാട് വ്യത്യസ്തനാവുകയാണ് സദാനന്ദൻ മാസ്റ്റർ. ശ്രീകാന്ത്, ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് കേരളവുമായി ബന്ധപ്പെട്ട, കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ഇന്ന് കേരളത്തിലെ റെയിൽവേ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി സി സദാനന്ദൻ മാസ്റ്റർ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് ഒരു നിവേദനം നൽകുകയും ചെയ്തു. തലശ്ശേരി ഉൾപ്പെടെ ഉള്ള സ്റ്റേഷനുകളിൽ പ്രധാന തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കൽ, സർവീസ് നീട്ടൽ, സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണം എന്നിവ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കൊച്ചി മാതാ അമൃതാനന്ദമയി ആശുപത്രിയിലെ രോഗികൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ഇടപ്പള്ളി സ്റ്റേഷന്റെ നവീകരണം, ദീർഘദൂര വണ്ടികളുടെ സ്റ്റോപ്പ് അനുവദിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. റെയിൽ യാത്രാ സൗകര്യം കുറവുള്ള വടക്കൻ കേരളത്തിലേക്ക് പുതിയ വണ്ടി അനുവദിക്കണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്, ഈ തലശ്ശേരി കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേർ എറണാകുളത്ത് അമൃത ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവർ നോർത്തിലോ സൗത്തിലോ ഇറങ്ങണം. പകരം ഇടപ്പള്ളിയിൽ അവർക്ക് ഇറങ്ങാൻ സാഹചര്യം കിട്ടിയാൽ ഈ രോഗികൾക്ക് വീണ്ടും പണം മുടക്കി അമൃതയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി അവിടെ നിന്നും വളരെ വേഗം അടുത്താണ് അമൃത ആശുപത്രി, അവിടേക്ക് കയറാനും സാധിക്കും. ഇത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേന്ദ്ര വ്യോമയാന മന്ത്രിയെ കണ്ടിരുന്നു. ഒപ്പം തന്നെ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ സർവീസ് നിർത്താനുള്ള റെയിൽവേയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിച്ച റെയിൽവേ അത് തുടരാനും അടുത്തിടെ നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുള്ള പ്രവർത്തനം എംപിയുടെ ഭാഗത്തുനിന്നും തുടർച്ചയായി ഉണ്ടാവുകയാണ്.